യു.പിയിൽ കർഷക മാർച്ച് ആരംഭിച്ചു. പുതിയ കാർഷിക നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരവും ആനുകൂല്യങ്ങളും നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. ട്രാക്ടറിലും കാൽനടയിലുമായി 100 കണക്കിന് കർഷകർ എത്തിയിട്ടുണ്ട്. AIKS ഉൾപ്പെടെ നിരവധി കർഷക സംഘടനകൾ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വാതിയാണ് വിവരങ്ങൾ നൽകാനുള്ളത്. സ്വാതി, 12 മണിക്ക് നോയിഡയിൽ നിന്നാണ് ഈ മാർച്ച് ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ മാർച്ച് എങ്ങനെ പുരോഗമിക്കുന്നു? ദില്ലിയിലാകെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ തന്നെ ബാരിക്കേഡുകൾ തീർത്തിട്ടുണ്ട് മാർച്ച് തുടങ്ങുന്നതിന് മുൻപ് തന്നെ. കർഷകരുടെ പാർലമെന്റ് മാർച്ചാണ് ഇപ്പോൾ ദില്ലി നോയിഡയിൽ നിന്നും ആരംഭിക്കാൻ വേണ്ടി 100 കണക്കിന് കർഷകരാണ് ഇവിടെ അണിനിരന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഈ വരുന്ന കർഷകരുടെ വലിയ ആവശ്യങ്ങൾ 5ഓളം ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കർഷകർ ഈ മാർച്ചിൽ അണിനിരക്കുന്നത്. UP കർഷകർ, അതായത് 20ഓളം യുപിയിലെ 20ഓളം ജില്ലകളിൽ നിന്നും വിവിധ സംഘടനകളുടെ ഭാഗമായി ഇവിടെ കർഷകർ അണിനിരന്നിരിക്കുകയാണ്. ഇവർ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ: ഒന്ന്, കാർഷിക വായ്പ എഴുതിത്തള്ളുക എന്നുള്ളത്; 2, നിയമപരമായി ഈ മിനിമം താങ്ങുവില അതിന്റെ നിയമസാധുത ഉറപ്പുവരുത്തുക എന്നുള്ളത്; 3ാമതായി കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും അവർക്ക് പെൻഷൻ അനുവദിക്കുക, മാത്രമല്ല വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കരുത് എന്നുള്ള ആവശ്യം. കഴിഞ്ഞ മാർച്ചിൽ, അതായത് കർഷകർ തുടർന്നുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ സമരത്തിൽ കൊല്ലപ്പെട്ട നിരവധി കർഷകരുണ്ട്. ആ കർഷകരുടെ കുടുംബങ്ങൾക്ക് കൃത്യമായ ധനസഹായം നൽകണം എന്നീ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് കർഷകർ ഇവിടെ പാർലമെന്റ് മാർച്ചിന് വേണ്ടി അണിനിരന്നിരിക്കുന്നത്. എന്നാൽ ഈ കർഷകരെ തടയുവാൻ വേണ്ടി വലിയ പോലീസ് സന്നാഹമാണ് ഇവിടെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ഒരുപാട് പോലീസുകാരെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇവർക്ക് അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും പാർലമെന്റ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ഭാഗത്തേക്ക് കർഷകർ കടക്കരുത് എന്ന കാര്യമാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ ഈ നോയിഡയിൽ നിന്നും ദില്ലിയിലേക്ക്, അതായത് പാർലമെന്റിലേക്ക് നടത്തുന്ന മാർച്ചിന് ഇവർക്ക് അനുമതി നൽകില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചിരിക്കുകയാണ്. എന്നാൽ കർഷകർ ഇത് ലംഘിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് മാർച്ചായി പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. 2020-21 പ്രതിഷേധത്തിനിടെയാണ് നിരവധി കർഷകർ കൊല്ലപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പുതിയ കാർഷിക നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരവും ആനുകൂല്യങ്ങളും അവർക്ക് നൽകണമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് AIKS ഉൾപ്പെടെയുള്ള ഇടത് സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഇടത് കർഷക സംഘടനകൾ ഉൾപ്പെടെ ഇവിടെ മാർച്ചിനായി അണിനിരന്നിട്ടുള്ളത്. നിരവധി ജില്ലകളിൽ നിന്നും 100 കണക്കിന് കർഷകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ വലിയ പോലീസ് സന്നാഹവും സുരക്ഷാ സംവിധാനവുമാണ് ഇവിടെ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ ബാരിക്കേഡ് മറികടന്നുകൊണ്ട്, അതായത് ബാരിക്കേഡ് നിരവധി സ്ഥലങ്ങളിലായി ബാരിക്കേഡുകൾ അണിനിരത്തിയിട്ടുണ്ട്. ഈ ബാരിക്കേഡുകൾ കടന്നുകൊണ്ട് അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് തന്നെയാണ് പോലീസ് എത്തിയിട്ടുള്ളത്. എന്നാൽ കർഷകർ ഈ മാർച്ചിൽ നിന്നും പിന്മാറാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കർഷകർ ഈ പാർലമെന്റിലേക്ക് തന്നെ മാർച്ചായി പോകും. അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ ഈ തങ്ങളുടെ സമരവും പ്രതിഷേധവും ഇനിയും തുടരും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഇവർ നേരത്തെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ കർഷക പ്രക്ഷോഭത്തിനാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം വിവിധ സംഘടനകൾ പ്രായഭേദമന്യെയാണ് ഈ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നിരവധി കർഷകരാണ് 20ഓളം വരുന്ന യുപിയിലെ 20ഓളം ജില്ലകളിൽ നിന്നും കർഷകർ ഈ മാർച്ചിന്റെ ഭാഗമായി അണിനിരക്കുന്നത്. എന്നാൽ കർഷകരെ തടയാനുള്ള എല്ലാ സംവിധാനങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 4000ഓളം വരുന്ന പോലീസുകാരെയാണ് വിവിധ ഇടങ്ങളിലായി വിന്യസിച്ചിട്ടുള്ളത്. ഈ നമ്മൾ നിൽക്കുന്നത് നോയിഡയിലാണ്. ഈ നോയിഡയിൽ നിന്നും പാർലമെന്റിലേക്കാണ് മാർച്ചായി കർഷകർ ഈ മാർച്ചിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് നാം കാണേണ്ടത്. 12 മണിയോടെയാണ് ഈ മാർച്ച് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ പോലീസ് ഈ മാർച്ചിന് അനുമതി നിഷേധിച്ചിരുന്നു. മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു നിലപാടിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നിട്ടുള്ളത്. അന്ന, യുപിയിലെ കർഷകരുടെ മാർച്ച് ആരംഭിച്ചിരിക്കുന്നു. പാർലമെന്റിലേക്ക് നോയിഡയിൽ നിന്നാണ് മാർച്ച് തുടങ്ങിയത്. ഇപ്പോൾ തന്നെ വലിയ സുരക്ഷാ വലയത്തിലാണ് ഡൽഹി ഉള്ളത്. സ്വാതി സന്തോഷ് വിവരങ്ങൾ നൽകിയത്.